ഹായ് ഹലോ എല്ലാവർക്കും എജിആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന കുറച്ച് സോപ്പുകളുടെ ഓർഡറാണ് ഇത്. ബ്ലൂ കളർ സോപ്പാണ് വരുന്നത്. ശംഖുപുഷ്പമില്ലേ, അതിൻ്റെ സോപ്പാണ് കേട്ടോ ഇത്. കാണാനൊരു ചെറിയ പൂവാണെങ്കിൽ കൂടിയും ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ഇതിനുള്ളത്. ശംഖുപുഷ്പം കൊണ്ട് തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലിസറിൻ്റെ ബേസാണ് 1 കിലോയും 816 ഗ്രാമും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബേസ് ഗോട്ട് മിൽക്കിൻ്റെ ബേസ് അതുപോലെ തന്നെ ഷിയ ബട്ടറിൻ്റെ ബേസിലൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഗ്ലിസറിൻ്റെ ബേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് മെൽറ്റായി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ആ നേരം കൊണ്ട് നമുക്ക് അതിലോട്ട് വേണ്ടിയിട്ടുള്ള ആ ഒരു കൂട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് നന്നായിട്ട് കഴുകി വാരി വെള്ളം പോകാനായിട്ട് അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പൂവ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊഴിച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DM വാട്ടർ ആണ് കേട്ടോ. ഡി മിനറലൈസർ വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസർ വാട്ടർ എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ സെയിലിനൊക്കെ ആയതുകൊണ്ട് തന്നെ സാധാ വാട്ടർ ഒരു കാരണവശാലും യൂസ് ആക്കരുതേ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് ആ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളപ്പിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു, വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബേസിന് വേണ്ട രീതിയിലുള്ള മെഷർമെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വെയ്പ്പ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രവും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസാണ് കേട്ടോ. ശംഖുപുഷ്പം മാത്രം ഇട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന് പകരം നമുക്ക് ഈ ഒരു ശംഖുപുഷ്പം അല്ലെങ്കിൽ അലോവേരയുടെ ജെല്ലൊക്കെ ഉണ്ടല്ലോ, അത് മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെയും ജ്യൂസ് എടുക്കാവുന്നതാണ്. കുറച്ചുകൂടി നല്ലത് ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ. ആ ഒരു ജ്യൂസ് നമ്മളിപ്പോൾ ഒരു 80 ഗ്രാമിൻ്റെ അടുത്താണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് അതിലേക്ക് വെജ് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഗ്ലിസറിൻ ബേസാണ് എങ്കിൽ കൂടി കുറച്ച് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 10 ഗ്രാമിൻ്റെ അടുത്ത് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഈ ഒരു ഓയിലിന് പകരം നമുക്കിതിൻ്റെ ക്യാപ്സ്യൂളും ചേർക്കാവുന്നതാണ് കേട്ടോ. ഓയിൽ ഒരു 3 ഗ്രാം ചേർത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഒരു 7 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 100 ഗ്രാമാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, 90 ഗ്രാം ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ്, 10 ഗ്രാം വെജ് ഗ്ലിസറിൻ, 3 ഗ്രാം വൈറ്റമിൻ ഇയുടെ ഓയിൽ, പിന്നെ 7 ഗ്രാം റോസ് വാട്ടറും കൂടെ ചേർത്ത് ഇനി നല്ല രീതിയിൽ നമ്മളിതൊന്ന് മിക്സാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. മിക്സിങ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് മുകളിൽ എണ്ണ കെട്ടിയ പോലെ ഇങ്ങനെ കിടക്കും. അങ്ങനെ മോൾഡും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ് ഇത്. ഏകദേശം ഒരു 90 ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് വരുന്ന മോൾഡാണ് കേട്ടോ. സോപ്പ് ഏകദേശം ഒരു 80-85 ഗ്രാം വന്ന രീതിയിൽ മതിയാകും. അങ്ങനെ ബേസ് ഇവിടെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസും കൂടെ കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ്, റോസ് വാട്ടർ, ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ ഇതെല്ലാം കൂടെ കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സാണ്. ഇനി നല്ല രീതിയിൽ അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ കളറുകൾ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വാങ്ങി വെക്കുകയാണ്. വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് ഫ്രാഗ്രൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്രാഗ്രൻസ് ആഡ് ചെയ്താൽ മതിയാകും. ഞാനിപ്പോൾ ഇതിലേക്ക് ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 50 ml ഫ്രാഗ്രൻസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിക്കുന്ന ഫ്രാഗ്രൻസ് അതുപോലെ കമ്പനി റേറ്റ് ഇതൊക്കെ അനുസരിച്ച് ചേർക്കുന്ന അളവിലും വ്യത്യാസം വരും ഫ്രാഗ്രൻസിൻ്റെ. ഇനി നമ്മൾ ഒട്ടും സമയം കളയാതെ തന്നെ മൂഡിലോട്ട് ഒഴിക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിൻ ഗ്ലോ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. സൺബേണിൽ നിന്ന് പ്രൊട്ടക്ഷനൊക്കെ നൽകുന്നു കേട്ടോ. ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ശംഖുപുഷ്പം കൊണ്ട് ഉള്ളത്. പിന്നെ ഇതേ നമ്മൾ മോൾഡിലോട്ട് ഒഴിക്കുകയാണ് കുറേശ്ശെ ആയിട്ട്. ഇത് സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ എണ്ണ കാര്യങ്ങൾ അങ്ങനെയൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 മാസമൊക്കെയാണ് ഷെൽഫ് ലൈഫ് വരുന്നത്. 3 മാസം എന്ന് പറഞ്ഞാലും അതിൽ കൂടുതൽ നാളിരിക്കും കേട്ടോ, കേട് കൂടാതെ. നല്ലൊരു സ്കൈ ബ്ലൂ കളറിലാണ് നമ്മുടെ ഒരു സോപ്പ് ഒഴിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സോപ്പ് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഗ്രീൻ കളറിലാണ് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് കിട്ടണമെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ബേസിൻ്റെ ആവാട്ടം അങ്ങനത്തെ ആ ഒരു കളർ വരുന്നത്. അങ്ങനെ ഇനി ഇത് മുഴുവനായിട്ട് നമ്മുടെ മോഡിലോട്ട് ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് നമ്മുടെ സോപ്പ് ഇരിക്കണമെന്നുള്ളത്.
ആ സോപ്പിൻ്റെ മുകളിൽ വരുന്ന പത ഒന്ന് റിമൂവ് ആവാനായിട്ട് റബ്ബിംഗ് ആൽക്കഹോളും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുക എന്നുള്ളത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. അങ്ങനത്തെ ഇത് മുഴുവനായിട്ട് നമ്മൾ മോൾഡിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഓവൽ ഷേപ്പിലുള്ള മോഡിലും പിന്നെ പിയേഴ്സിൻ്റെ മോഡിലുമാണ് കേട്ടോ സോപ്പ് ഒഴിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 80-85 ഗ്രാമൊക്കെ വന്ന രീതിയിലാണ് നമ്മൾ മെത്തിച്ചൊഴിച്ച് കഴിഞ്ഞ് 90 ഗ്രാം 93 ഗ്രാമൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇത് സെറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയാണ് നമ്മുടെ സോപ്പ് കിട്ടിയേക്കണേന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സോപ്പ് നമ്മൾ അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്ലാസ് മാതിരി നമ്മുടെ സോപ്പ് വന്നിട്ടുണ്ട്. നല്ലൊരു സ്കൈ ബ്ലൂ കളറിലാണ് നമ്മുടെ സോപ്പ് വന്നിരിക്കുന്നത്. തിക്നെസ്സും ഉണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഓരോരോ സോപ്പായിട്ട് നമുക്ക് അൺമോൾഡ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പുറത്തായിട്ടൊക്കെ സെയിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ pHും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഒരുവിധം നമ്മൾ എല്ലാ സോപ്പുകളും ഇവിടെ അൺമോൾഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണല്ലോ ഓരോ സോപ്പും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വരുമാനം ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലെ സോപ്പ് മേക്കിംഗ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമേ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കാതെ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഷാമ്പൂ, ഫേസ് വാഷ്, ലിപ് ബാമിനുള്ള മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സോപ്പിന് തീരെ കട്ടിയില്ല അല്ലെങ്കിൽ സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോവുകയാണെന്നൊക്കെ. അപ്പം നമ്മളെടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ബേസിനും ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ തന്നെ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.